അടുത്തതായിട്ട് വേദിയിൽ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. മിക്ക ദിവസങ്ങളിലും സ്പെഷ്യൽ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ അതൊരു അനുകരണ കലയോ അത്തരത്തിൽ എന്തെങ്കിലും സംഭവമായിരിക്കും. ഇന്ന് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. ഇതൊരു മാജിക് ഷോ ആണ്. ഇതിനു മുമ്പും നമ്മുടെ ഇതേ വേദിയിൽ ചെറിയൊരു മാജിക് കൊണ്ട് നമ്മളെ ഞെട്ടിച്ചിട്ടുള്ള ഒരു കലാകാരനാണ് വേദിയിലേക്ക് എത്താൻ പോകുന്നത്, സുധീഷ്. സുധീഷേ, നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഇന്നൊരു പുതിയ ഷോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെ. ശരി. അപ്പം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യണോ? എന്തെങ്കിലും ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാനുണ്ടോ? ഇല്ല, ഇപ്പോൾ ജഡ്ജസിന്റെ മുമ്പിൽ നമ്മുടെ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഞാൻ കണ്ടായിരുന്നു, നമ്മുടെ നെൽസൺ ചേട്ടൻ ഒരു മാജിക് അവതരിപ്പിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും പേര് കേട്ട അല്ല എങ്കിലും ഇത്രയും പേര് കേട്ട കലാകാരന്മാരോടുള്ളപ്പോൾ അവരുടെ മുമ്പിൽ ഒരു ചെറിയ മാജിക് ഷോ അവതരിപ്പിക്കാൻ പറ്റിയ സന്തോഷം. ഓക്കെ സുധീഷ്, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. This moment, nobody can stop me from
അപ്പോൾ കുറച്ച് കാർഡ്സുകൾ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ Okay. എത്ര കാർഡ്സുകളാണ് ഞാൻ എണ്ണി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കാം. ഓക്കെ, ശരി. 1 2 3 4 5 6. ഓക്കെ, 6 കാർഡുകൾ നമ്മൾ എണ്ണിയെടുത്തു. അപ്പോൾ ഈ ജാലവിധി യഥാർത്ഥത്തിൽ ഇതൊരു മാജിക്കായിട്ടല്ല ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇത് പഠിപ്പിച്ച് തരുമ്പോൾ എൻ്റെ മാഷ് ഈ മാജിക്കിൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ. പക്ഷേ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എന്താണ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 6 കാർഡ്സ് ഉണ്ട് നമ്മളതിൽ. 1 2 3 4 5 6. ഓക്കെ, അപ്പോൾ ഇതിൽ എൻ്റെ മാഷ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് 1 2 3 3 കാർഡ്സ് ഇങ്ങനെ മാറ്റും. അപ്പോൾ എത്ര കാർഡ്സ് ആയിരിക്കും ടോട്ടൽ നമ്മൾ ഇനി എൻ്റെ കയ്യിലുള്ളത്? ഓക്കെ, 3 തന്നെ ആയിരിക്കും. പക്ഷേ എൻ്റെ മാഷ് ഇത് കാണിക്കുന്ന സമയത്ത് 1 2 3 4 5 6 വീണ്ടും തിരിച്ച് 6 കാർഡുകൾ വീണ്ടും ഉണ്ടാകും. അപ്പോഴെനിക്കൊരു അത്ഭുതം തോന്നി, ഇതെങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വീണ്ടും ചെയ്ത് നോക്കി. പക്ഷെ ഞാൻ മാറ്റുന്ന കാർഡുകൾ 1 2 3 3 കാർഡുകൾ മാറ്റുന്നുണ്ട്. പക്ഷെ സാറ് ചെയ്യുന്ന സമയത്ത് 1 2 3 4 5 6. ചേട്ടാ, എൻ്റെ പ്രശ്നം അതല്ല. എൻ്റെ പ്രശ്നം അതല്ല. പ്രശ്നം പറ. എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് എങ്ങനെയാണ് സാറ് ചെയ്യുന്നത് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അതാണ് ഒരു പ്രോബ്ലം. മനസ്സിലായില്ലേ? ടോട്ടൽ നമ്മളെ കയ്യിൽ ഇപ്പോൾ എത്ര കാർഡുണ്ട്? 6 കാർഡ്. അപ്പോൾ 1 2 3 4 5 6 6 കാർഡ് നമ്മളെ കയ്യിലുള്ളൂ. സാർ ഇതിൽ നിന്ന് മാറ്റുന്ന 1 2 3 3 കാർഡ്സ്. എൻ്റെ കയ്യിൽ അപ്പോഴും 1 2 3 4 5 6. ഈ കഷ്ടമാണെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് ആകെ അങ്ങ് ഭ്രാന്തായി ഈ മാജിക് പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ഇത് എനിക്കൊന്ന് പറഞ്ഞു തരുമെന്ന് വെച്ചു. അപ്പോൾ സാർ പറഞ്ഞു അറിയത്തില്ല, അത് ഇപ്പോഴേ പഠിക്കണ്ട, കുറച്ച് ആളുടെ കഴിഞ്ഞിട്ട് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇല്ല, പഠിച്ചില്ല. അല്ല ചേട്ടൻ പറ, ഇതിനകത്ത് ഇപ്പോൾ എത്ര കാർഡ്സ് ഉണ്ട്? കറക്റ്റ് 6. ഉറപ്പന്നെ? അശ്വതി ഉറപ്പല്ലേ? ഓഡിയൻസ് ഉറപ്പല്ലേ? അപ്പോൾ എല്ലാവരും ഒരുമിച്ച് 6 കാർഡാ. ഓക്കെ, ഒന്ന് എണ്ണിക്കോളണം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. സൂപ്പർബ്, ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു? നല്ലൊരു കൈയടി കൊടുക്കാം. നമ്മൾ എൻജോയ് ചെയ്തില്ല ഇത്രയും സമയം.
എന്ത് പറയുന്നു മാജിക് ഗർ? രണ്ട് മാജീഷ്യൻസ് ആണ് ഇരിക്കുന്നത്. ഞാൻ പഠിപ്പിച്ചതെല്ലാം വളരെ എനിക്കറിയാമായിരുന്നു ഇതേ പറയുള്ളൂന്ന്. ഭംഗിയായി അതെ, അതെ. ചെയ്തു. താങ്ക് യു മാഷ്. അല്ലേ നെൽസ, നമ്മൾ പഠിപ്പിച്ച അതേപോലെ തന്നെ. അതെ 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 അതെ. അത് ഞാനിങ്ങനെ വീക്ഷിക്കുക, എന്തെങ്കിലും തെറ്റ് പറ്റിയിരുന്നെങ്കിൽ അതെ അതെ. ഇതുപോലെ രണ്ട് മഹത് വ്യക്തികളുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. അവർക്കോ ഈ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ഒരു നാണവും ഇല്ല. നീയെങ്കിലും അത് പറയരുത്. ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. വെരി ഗുഡ്. ഓക്കെ സുധീഷ്, അപ്പൊ താങ്ക് യു സോ മച്ച്. ഒരു കാര്യം പറഞ്ഞോളൂ. ഒത്തിരി സന്തോഷമുണ്ട് ഇന്ന് എനിക്കിന്നിവിടെ ഒരു മാജിക് ഷോ അവതരിപ്പിക്കുവാൻ ഒരവസരം തന്ന നമ്മുടെ ഫിറോസിക്ക, ഗ്രൂമേഴ്സ് ഒരുപാട് പേര് സഹായിച്ചു. പിന്നെ ഒത്തിരി സന്തോഷം എൻ്റെ അമ്മയും വല്യമ്മയുടെ എത്തിയിട്ടുണ്ട്. അമ്മയുടെ ഓക്കെ ഓക്കെ, സന്തോഷായില്ലേ മോൻ പെർഫോം ചെയ്യണ കണ്ടപ്പോ? അപ്പോ വലിയൊരു മജീഷ്യൻ ആയിട്ട് അറിയപ്പെടാൻ സാധിക്കട്ടെ സുധീഷ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.